അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നും സ്കൂളിലേക്കാണ് പോണത്. രാവിലെയല്ല, പക്ഷേ വൈകുന്നേരമാണ് കേട്ടോ പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്കൂളിൽ നവരാത്രി സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ നമ്മളെ ക്ലാസ്സിൻ്റെ താലി ഡെക്കറേഷൻ കോമ്പറ്റീഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൂപ്പർവിഷന് വേണ്ടിയിട്ട് വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ പോയി. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്, ജിയും അജിലും കൂടിയാണ് കേട്ടോ. ഭയങ്കര ടീച്ചറും കുട്ടിയും കളിയാണ് ഇവിടെ. ടീച്ചർ എന്തൊക്കെയോ കാര്യമായിട്ട് വരയ്ക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്ക് പോവുകയാണ്. മുകളിൽ നമ്മളെ ടർഫിലാണ് പ്രോഗ്രാം ഉള്ളത് കേട്ടോ. അപ്പോൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള താലി നമ്മളെ കുട്ടികൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണിത്. പിന്നെ ഇവിടെയാണ് കേട്ടോ ഇവർ ഈ പൂജയൊക്കെ ചെയ്യൽ. അപ്പോൾ ഈ നവരാത്രി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഗുജറാത്തികളെ ഒരു ഫംഗ്ഷനാണ്. ഗുജറാത്തികൾ മാത്രമല്ല, ഇന്ത്യയിൽ, നോർത്ത് ഇന്ത്യയിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 10 ദിവസത്തെ ഒരു സെലിബ്രേഷനാണിത്. 10 ദിവസവും ഓരോരോ കളർ തീമാണ് കേട്ടോ. അപ്പോൾ ആ കളർ തീമിനനുസരിച്ചിട്ടാണ് എല്ലാവരും ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ 10 ദിവസം ഓരോരോ ക്ലാസ്സുകളായിട്ടാണ് കേട്ടോ നമ്മളെ സ്കൂളിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ കുട്ടികൾ മാത്രമല്ല, അവരുടെ പാരൻസും വരും. പിന്നെ ഈ പാരൻസും നമ്മളെ മാനേജ്മെൻറ്റും സ്കൂളിലെ ടീച്ചേഴ്സും ഒക്കെ അതിനുള്ള ചടങ്ങുകളൊക്കെ ചെയ്യണം കേട്ടോ, അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞാലാണ് ഇവരെ ഈ ഡാണ്ടിയ എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിൽ ഇങ്ങനെ കടന്ന് ചെയ്യണ ഒരു തരം ഡാൻസാണ്. ഒരു 7 റൗണ്ട് ഇതേമാതിരി ഡാൻസ് ചെയ്തിങ്ങനെ കറങ്ങിയാൽ ഭയങ്കര ഐശ്വര്യം കിട്ടുമെന്നാണ് ഇവരെ വിശ്വാസം കേട്ടോ. അപ്പം ഈ മദർ പാരൻസ് മാത്രമല്ല, ഫാദർ പാരൻസും എല്ലാവരും കൂടെയാണ് കേട്ടോ ഇത് ചെയ്യുക. ആസ് എ ക്ലാസ് ടീച്ചർ നമ്മളെ ക്ലാസ്സിൻ്റെ ഫംഗ്ഷൻ്റെ അന്ന് നമുക്ക് വരൽ കമ്പൽസറി ആണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം ഒരു 11 മണിയൊക്കെ ആവും കേട്ടോ. പിന്നെ എന്താ, അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ബൈ.